ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ ജോർജ്. ഞാൻ വരുന്നത് പറവൂർ ചേന്നമംഗലത്ത് നിന്നാണ്. ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 2012 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്തായിരുന്നു. പലവിധ തടസ്സങ്ങൾ, ജോയിൻ ചെയ്ത അന്ന് തുടങ്ങി പലവിധ തടസ്സങ്ങൾ എൻ്റെ ഈ കോഴ്സിന് നേരിട്ടിരുന്നു. അതങ്ങോട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കൂടാതെ 2018 പ്രളയം വന്നപ്പോൾ അത് സാരമായി തന്നെ ഞങ്ങളെ ബാധിച്ചു. ഈ PhD കോഴ്സിലെ തന്നെ പല നോട്ട്സും പല കാര്യങ്ങളും അതൊക്കെ പോയി. പിന്നെ വീണ്ടും രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് അതൊന്ന് തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞത്. തുടങ്ങി വച്ചതിന് ശേഷവും വീണ്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. 2022 ഡിസംബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയുടെ കാര്യങ്ങളുമായിട്ട് ഇവിടുത്തെ നിയോഗപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് 2023 ഒക്ടോബർ 19 എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD അവാർഡ് ചെയ്ത് കിട്ടി. അതിന് ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മച്ചിയിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവമാതാവിൻ്റെ കൃപയിൽ വളർന്നവളാണ് ഞാൻ. ആ ഒരു കൃപാവരം എന്നും എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇവിടുത്തെ സന്ദർശനവും അതിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. 2017 ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2ാം നിലയിൽ നിന്ന് വീണതിന് ശേഷം എനിക്ക് ബോധമൊന്നും ഓർമ്മയൊന്നും പോയില്ല. എങ്കിൽ തന്നെയും എൻ്റെ ഈ സ്കള്ളിൻ്റെ കവറിങ് മുഴുവൻ പൊളിഞ്ഞിങ്ങോട്ട് പോന്നു. ഞാൻ നടന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴും എൻ്റെ ചുണ്ടിലൂടെ വന്നത് എൻ്റെ ഈശോയെ, എൻ്റെ മാതാവെന്ന് മാത്രമാണ്. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി അവിടുത്തെ നേഴ്സായിരുന്നു. ആ നേഴ്സ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കൊന്ത പെട്ടെന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ആ കൊന്തയുമായിട്ടാണ് എന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത്. മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നു പ്രൈമറി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചത് തന്നെ ഈ വിധത്തിൽ പൊതിഞ്ഞ് കവർ ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്. അത്രയ്ക്ക് വലിയ വീഴ്ചയായിരുന്നു, 2ാം നിലയിൽ നിന്ന് താഴേക്കുള്ള വീഴ്ച. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മാതാവിൻ്റെ സംരക്ഷണം അനുഭവിക്കുകയാണ്. കൂടാതെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊരു പൂജിച്ച കാശ് രൂപം കിട്ടിയായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ആ കാശ് രൂപം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാനതിവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അഡീഷണൽ കാശ് രൂപം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ നിങ്ങളുടെ ഉടമ്പടിയിലെ കാശ് രൂപം നഷ്ടപ്പെട്ടു എന്ന് എഴുതി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ കാശ് രൂപം എനിക്ക് തന്നു. ഞാൻ അതുമായിട്ട് എൻ്റെ PhD അവാർഡിന് പോകുന്നതിന് മുമ്പ്, ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അഡീഷണലായിട്ട് തന്ന കാശ് രൂപം എടുത്ത് ഫയലിൽ വച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് ധരിക്കാനായിട്ട് വച്ചിരുന്ന, നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നിട്ട് ധരിക്കാനായിട്ട് വച്ചിരുന്ന ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ആദ്യം കിട്ടിയ പൂജ്യമായ ആ കാശ് രൂപ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര, എന്താ പറയേണ്ടതെന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ളൊരു ദൈവാനുഭവം, പരിശുദ്ധ അമ്മയുടെ അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മാതാവിൻ്റെ സന്നിധിയിൽ നിന്നും കിട്ടിയത്. അപ്പോൾ അനുദിനം മാതൃസന്നിധിയിൽ, മാതാവിൻ്റെ സന്നിധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ജീവിതകാലം മുഴുവനും ഇവിടെ വരണമെന്നും മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടാതെ എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രത്യേക നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവനൊരു വിവാഹം, അവനൊരു ജോലി, ഇതൊക്കെ എൻ്റെ മാതാവിനോടുള്ള എൻ്റെ അപേക്ഷയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ സ്റ്റുഡൻസായിട്ടുള്ള കുറേ കുട്ടികൾക്കും ഇതുപോലെ വിവാഹമാകാണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയും കൂടി ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃപാസന പത്രം സ്റ്റാൻഡുകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൃപാസനത്തിൽ വരുന്ന ഒരു ടീമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അവരുടെ കൂടെ പോകുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് കുറേ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്.
ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവകൃപയാൽ എനിക്ക് അനുവദിച്ചതിന് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും അർപ്പിക്കുന്നു. ഡോക്ടർ ദീപ നമ്മളുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക്, പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ കൈമാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉടമ്പടി എടുത്ത ഒരു വ്യക്തി തൻ്റെ ജീവിതവുമായിട്ട്, ഉടമ്പടി ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തെയാണ് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഹോദരി പറയുന്നത്, എൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ പരിശുദ്ധ അമ്മയിലും ഈശോയിലുമുള്ള വിശ്വാസമെന്ന് ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഉടമ്പടി എടുത്ത ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ഈശോയെ കൊടുക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ കൊടുക്കുമ്പോൾ, ഈ മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ആ വിശ്വാസ കൈമാറ്റ പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉടമ്പടി പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു വിശ്വാസ കൈമാറ്റത്തിൻ്റെ പ്രക്രിയയിൽ നമ്മളും പങ്കുചേരുകയാണ്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, 10 വർഷമായിട്ട് തൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യം. 2022 പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ തൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തനിക്ക് ഡോക്ടർ എന്ന പദവി തനിക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അത് ഉയർച്ച ഉണ്ടാക്കണം. ക്വാളിറ്റി പരമായിട്ടുള്ള വിശ്വാസവർദ്ധന നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഉടമ്പടി ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത്. അത് നിത്യതയോളം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവത്തിൻ്റെ ജീവിതമായിട്ട് മാറുന്നത്. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. നമ്മളുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുകയും